ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കിൽ ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ സരയുനോട് വക്കീൽ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നാ ഇവിടെ പറഞ്ഞതൊക്കെ കള്ളമാണോ? കള്ളമാണ് സാർ. എൻ്റെ അച്ഛനെ കൊടുക്കണം, അതാണ് പുറത്തുള്ളവരുടെയൊക്കെ ചിന്ത. ദേ ഇവിടെ ഇരിക്കുന്നില്ലേ, ചുറ്റും ഇരിക്കുന്നില്ലേ, അവർക്ക് എന്നോടും എൻ്റെ അച്ഛനോടും പക പോക്കണം, അല്ലാതെ വേറൊരു തെറ്റും എൻ്റെ അച്ഛൻ ചെയ്യില്ല സാർ എന്നൊക്കെ പറയണം. അത് കേട്ടതും അപ്പോൾ CCTV കള്ളം പറയുകയാണെന്നാണോ കുട്ടി പറയുന്നത്? ആയിരിക്കാം, എൻ്റെ അച്ഛൻ ആ വീട്ടിൽ കയറിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതൊരിക്കലും ആൻറ്റിയെ കൊല്ലാനോ അങ്കിളിനെ അപായപ്പെടുത്താനോ അല്ല. ആൻറ്റിയൊക്കെ ഞങ്ങളെ ഇറക്കി വിട്ടെങ്കിലും ഇപ്പോഴും അച്ഛൻ ആൻറ്റിയെക്കുറിച്ച് പറയാറുണ്ട്. ആൻറ്റി ഇല്ലാതെ അച്ഛന് പറ്റില്ല എന്ന് പറയാറുണ്ട്. ഞങ്ങളെക്കാളൊക്കെ അച്ഛനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും വിശ്വസിച്ചതും ആൻറ്റിയാണ്. ശരി, ആയിക്കോട്ടെ. അങ്ങനെയുള്ള ഒരാൾക്ക് ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞിട്ട് മാപ്പ് ചോദിച്ച് നേരിട്ട് പോയി സംസാരിക്കാമല്ലോ. എന്തിനാ പിന്നാമ്പുറത്തെ അടുക്കള വാതിൽ കുത്തിപ്പൊളിച്ച് അകത്ത് കയറണം? അത് കേട്ടതും അത് തന്നെയാണ് യുവർ ഓണർ എനിക്കും മനസ്സിലാവാത്തത്. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആൻറ്റിയുടെ ആ ഒരു സ്നേഹവും പരിഗണനയൊക്കെ നഷ്ടപ്പെട്ടതോടുകൂടെ എൻ്റെ അച്ഛൻ ആകെ സമനില തെറ്റിയ അവസ്ഥയില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അച്ഛൻ പേടിച്ചിട്ട് അങ്ങനെ ചെയ്തത്. അത് കേട്ടതും ശരി, ഇത്രയൊക്കെ അച്ഛനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നു. അച്ഛൻ ചെയ്ത വലിയൊരു തെറ്റ് ഇന്ന് നിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചിരിക്കുക. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് അതിനോട് ഒന്നും പറയാനില്ലേ? അതിനു വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനോട് വെറുപ്പ് തോന്നുന്നില്ലേ? നിങ്ങളിപ്പോൾ അമ്മയെന്ന് വിളിക്കുന്ന നിങ്ങളുടെ അമ്മയല്ല നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ സ്വന്തം അമ്മ. ഇരിക്കുന്ന സംസാരിക്കാത്ത സ്ത്രീയാണ്. എന്നിട്ട് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനോട് ഒരു ദേഷ്യം തോന്നുന്നില്ലേ? നിങ്ങളോട് ഇത്രയും വലിയൊരു ക്രൂരതയല്ലേ അയാൾ ചെയ്തത്? കാരണം സ്വന്തം അമ്മയിൽ നിന്നും മകളെ പിരിച്ചു, ആ അമ്മയിൽ നിന്നും മകളെ പറിച്ചെടുത്ത് സ്വന്തം സന്തോഷത്തിന് വേണ്ടി മറ്റൊരു അമ്മയുടെ അടുത്ത് കൊണ്ട് വെച്ചു. എന്നാലും എനിക്ക് ഒരമ്മയുടെ കുറവൊന്നും ഉണ്ടായിട്ടില്ല സാർ. എനിക്ക് എൻ്റെ അമ്മയുടെ എല്ലാ സ്നേഹവും തന്നിട്ട് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ അമ്മ എന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഡബിൾ മടങ്ങ് തരുന്നു. ഒരുപക്ഷെ അവരായിരുന്നു എൻ്റെ അമ്മയെ, അവരുടെ കൂടെയാണ് ഞാൻ വളർന്നിരുന്നെങ്കിൽ ഇത്രയും സന്തോഷവും സൗഭാഗ്യം എനിക്ക് കിട്ടില്ലായിരുന്നു സാർ എന്നൊക്കെ പറയണം. അത് കേട്ടതും ശരി, കുട്ടിയുടെ ഇതൊക്കെ ആയിക്കോട്ടെ, എന്താണെങ്കിലും ഞങ്ങൾക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുട്ടിയുടെ അച്ഛൻ തെറ്റുകാരനല്ല എന്ന് കുട്ടി പറയുന്നു. പക്ഷേ കുട്ടിയുടെ അച്ഛൻ തെറ്റുകാരനാണെന്ന് കോടതിക്ക് മുൻപിൽ തെളിഞ്ഞു കഴിഞ്ഞു. യുവർ ഓണർ, ഈ കുട്ടി പറയുന്നത് അതിൻ്റെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷേ ഇയാൾ ഈ കുട്ടിയോടും ഈ കുട്ടിയുടെ അമ്മയോടും ചെയ്തതൊന്നും തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ആയിരിക്കുന്ന താരയെന്ന് പറയുന്നവരോടും പിന്നെ കല്യാണിയോടും രൂപയോടും CS-നോടും ഒക്കെ ഇയാൾ ചെയ്തത് വലിയ മഹാപാപമാണ്. ഒരിക്കലും പൊറുക്കാനോ ക്ഷമിക്കാനോ കഴിയാത്ത പാപം. അതുകൊണ്ട് തന്നെ ഇയാൾ ചെയ്ത കുറ്റങ്ങളൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ കോടതിക്ക് കഴിയില്ല. ബഹുമാനപ്പെട്ട കോടതിയോട് ഇയാൾക്ക് വേണ്ടുന്ന ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വക്കീൽ അവിടെ പോയിരിക്കുക. അപ്പോൾ സരയും അവിടെ ജഡ്ജി നോക്കി നിൽക്കുകയാണ്. കുട്ടി പോയിക്കോ. അങ്ങനെ സരയും ജഡ്ജിക്ക് മുൻപിൽ നന്ദിയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ബെഞ്ചിൻ്റെ അവിടെ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ ജഡ്ജി എന്തൊക്കെ എഴുതി കൂട്ടിയതിന് ശേഷം രാഹുലിനെ ഒന്ന് തുറച്ചു നോക്കി. എന്താടോ, രക്ഷപ്പെടണമെന്ന് തോന്നുന്നുണ്ടോ? അത് കേട്ടതും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ സാർ, പിന്നെ എന്തിനാ രക്ഷപ്പെടാൻ നോക്കുന്നത്? അല്ല, തൻ്റെ നെപ്പും ഭാവമൊക്കെ കാണുമ്പോൾ തനിക്ക് ഒന്ന് രക്ഷപ്പെട്ടാൽ കൊള്ളാലോ എന്ന് തോന്നുന്നത് പോലെ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഇല്ല സാർ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അത് കോടതിക്ക് മനസ്സിലായി കാണും. താൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കോടതിക്ക് നന്നായിട്ട് മനസ്സിലായി. എടോ, താൻ ഇത്രയും നേരം കാണിച്ചതും നിന്നതും പറഞ്ഞതും ഒക്കെ നുണയാണെന്ന് എനിക്ക് വ്യക്തമായ തെളിവുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ താൻ ഒരു പക്ക ക്രിമിനലാണെന്നും പേരും കള്ളനാണെന്നും എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ 14 ദിവസം ഞാൻ റിമാൻഡ് ചെയ്തിരിക്കുക. അത് കേട്ടതും സരയും ഞെട്ടി. രാഹുലും നമ്മുടെ സരയും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കുക. ഈ സമയം കല്യാണിയും കിരണും CS-ഉം രൂപയും ഒക്കെ സന്തോഷത്തോടെ പരസ്പരം അവരും മുഖത്തോട് മുഖം നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ സരയുവാണെങ്കിൽ അവരെല്ലാവരെയും തുറിച്ചു നോക്കുക. ഈ സമയം 14 ദിവസം ഇയാളെ റിമാൻഡ് ചെയ്യുക. വ്യക്തമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ ജയിലിലേക്ക് വിടേണ്ടതാണ്. ഇത്ര ദിവസം കഴിഞ്ഞ് വീണ്ടും ഈ കോടതി കൂടും. അന്നത്തെ ദിവസം വിധി പറയുന്നതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് കോടതി പിരിഞ്ഞു. അങ്ങനെ നമ്മുടെ രാഹുലിൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ചുകൊണ്ട് പോലീസുകാർ കൂട്ടിക്കൊണ്ടുവരിക. ഈ സമയം കോടതിയിൽ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുക. വക്കീലെ നന്ദി, വക്കീലെ നന്ദി. ഇപ്പം മറ്റേ വക്കീൽ ഈ നമ്മുടെ രാഹുലിൻ്റെ വക്കീലിനോട്, അതെ സാറേ, ഒരാൾക്ക് വേണ്ടി ഒരു കുറ്റം ഏറ്റെടുക്കുമ്പോൾ ഒരാൾക്ക് വേണ്ടി ഒരു കേസ് ഏറ്റെടുക്കുമ്പോൾ
അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായ ബോധത്തോടെ വേണം ചെയ്യാൻ. കാശ് കണ്ട ഉടനെ എടി പിടിയിന്ന് ഇങ്ങ് ഓടിപ്പോന്നിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം മനസ്സിലായില്ലേ, വലിയ തെറ്റാ ഇവൻ ചെയ്തത്. ഇവൻ ചെയ്ത തെറ്റുകൾ തെളിവ് സഹിതമാണ് ഞങ്ങൾ പൊക്കിയത്. അങ്ങനെയുള്ളപ്പോൾ സാറിന് വല്ല ആവശ്യം ഉണ്ടായിരുന്ന നാണംകെടാൻ? ദേ, ഞാനൊരു വക്കീല. ആ സമയത്ത് എനിക്കൊരു കേസ് വന്നാൽ എനിക്കത് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റില്ല. അത് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും ഞാൻ ഏറ്റെടുത്തേ പറ്റൂ. അത് എൻ്റെ കടമ ഞാൻ ചെയ്തു. ഇനി ജയിക്കണോ വേണ്ടയോ എന്നുള്ളത് അത് ദൈവത്തിൻ്റെ കയ്യിലാണ്. എന്തായാലും ഞാൻ ജയിച്ചില്ല, തോറ്റു. ഞാനല്ല തോറ്റത്, അയാളാ. എൻ്റെ കാര്യം, എൻ്റെ കടമ ഞാൻ നിറവേറ്റി, അത്രയേ ഉള്ളൂ. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നും പറയുക. അങ്ങനെ വക്കീലുകളും അവിടെ നിന്ന് കൈ കൊടുത്ത് പിരിയുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ CS വക്കീലിനോട്, താങ്ക്സ് വക്കീലെ, താങ്ക്സ്. എന്തിനാ സാറേ എന്നോട് താങ്ക്സ് പറയുന്നേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഞാൻ വാദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സകല തെളിവുകളും അവനെതിരെ നിരത്തിയത് നിങ്ങളാ. അതുകൊണ്ട് നിങ്ങളാണ് മിടുക്കര്. കാരണം ഇന്നത്തെ കാലത്ത് തെളിവുകൾ പോലും ഇല്ലാതെ പല കേസുകളും മൂടിമാഞ്ഞും തേച്ചുമാച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് തെളിവ് സഹിതം അവനെ പൂട്ടിയത് എന്തായാലും നന്നായി. അവനെപ്പോലെ ഒരു ക്രിമിനൽ ഇങ്ങനെ തന്നെയാണ് പെടേണ്ടത്. 14 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ ജയിലിലേക്ക് കൊണ്ടുവരാനുള്ള വഴിയൊക്കെ എങ്ങനെയാലും നമുക്കാക്കാം. എന്തായാലും ഇനി അവൻ്റെ ശല്യം പുറത്തുണ്ടാവില്ല സാർ, ഇത് ഞാൻ പറയുന്ന ഗ്യാരണ്ടിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളും അവിടെ ഒന്ന് പോവുകയാണ്. ഈ സമയം അവരെല്ലാവരും പുറത്ത് നിൽക്കുമ്പോൾ രാഹുലിനെ കൂട്ടി പോലീസുകാർ വരിക. അപ്പോൾ രാഹുൽ അവിടെ നിന്നിട്ട് CS-നെ ഒന്ന് തുറച്ചു നോക്കുക. ഡാടാ എന്താടാ നോക്കി പിടിപ്പിക്കുന്നത്? കയ്യിൽ വിലങ്ങ് വെച്ച് ഇപ്പം നീ ജയിലിലേക്കാണ് പോകാൻ പോകുന്നത്. നിന്നെ കൊല്ലാതെ വിട്ടത് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാടാ. എൻ്റെ ഭാര്യയെ കൊല്ലാനും എന്നെ കൊല്ലാനും ഒളിഞ്ഞിരിക്കുന്നു. എടാ, എന്തൊക്കെയായാലും ഞങ്ങൾ ഇത്തിരി പുണ്യം ചെയ്തിട്ടുണ്ടടാ. അതുകൊണ്ടാണ് കൃത്യസമയത്ത് ദൈവത്തെ പോലെ പ്രകാശൻ ഞങ്ങളോടെല്ലാം വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ടല്ലേ നിന്റെ ഒളിഞ്ഞിരിപ്പ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. എന്നെ കൊന്നിട്ടാണെങ്കിലും ജയിലിൽ പോയാൽ മതിയെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടാവുമായിരിക്കും. ജയിലായിരിക്കും നിന്റെ ആഗ്രഹം. നീ പോയിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ മോനെ ഒരു കൊലയാളിയാക്കിയിട്ട് നിന്നെ ജയിലിലേക്ക് വിടാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അതുകൊണ്ടാടാ ഇത്രയും തെളിവുകൾ ശേഖരിച്ച് നിനക്കെതിരെ സാക്ഷി പറയാൻ താരെ അടക്കം ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. എന്തായാലും ഇനി നീ ജയിലിൽ പോയി കിടക്ക്. 14 ദിവസം റിമാൻഡിലല്ലേ? അവിടെ വേറെ 2 എണ്ണം കൂടിയുണ്ട്. അകത്ത് 2 കൊലയാളികളും കൂടെ ഉള്ളതുകൊണ്ട് നീയും കൂടെ അവരുടെ കൂടെ കൂടിക്കോ. എന്നിട്ടേ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങളെയൊക്കെ എങ്ങനെ തീർക്കണമെന്ന് ജയിലിലിരുന്ന് പ്ലാൻ ചെയ്. അതായിരിക്കും നല്ലത് എന്നും പറയുക. ഇത് കേട്ടതും നമ്മുടെ രാഹുൽ, ഞാൻ വരുവടാ, തിരിച്ചു വരും, മിണ്ടാതെ നടക്കടാ എന്നും SI ഇതൊക്കെ പറഞ്ഞുകൊണ്ട് SI രാഹുലിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുക. ഈ സമയം അവരെല്ലാവരും പോയി കഴിഞ്ഞതും സരയു ആകെ സങ്കടപ്പെട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും നമ്മുടെ കിരണും കല്യാണി സരയുനെ ഒന്ന് നോക്കി, നിനക്ക് കുറച്ചെങ്കിലും നാണോ മാനോ ഉളുപ്പും ഇല്ലടി. സ്വന്തം അമ്മ, നിന്നെ പെറ്റ അമ്മയായത്. ഈ അമ്മയെ തള്ളിക്കളഞ്ഞിട്ട് നിന്നെ വളർത്തിയവരോടൊപ്പം പോയി നിൽക്കാൻ. ശരി, അത് ഞാൻ തെറ്റാണെന്ന് പറയുന്നില്ല. അവർക്കും ഒന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഈ 2 അമ്മമാരും ഒരു തെറ്റും ചെയ്യാത്ത സ്ഥിതിക്ക് നിനക്ക് ഈ 2 പേരെയും തുല്യ പോലെ സ്നേഹിച്ചൂടെ? ഇവരെ സ്നേഹിക്കാനോ ഞാനോ? അത് ഈ ജന്മം നടക്കില്ല. ഞാൻ ചത്താലും ഇവരെ ഞാൻ സ്നേഹിക്കില്ല. ഇവരെ പോലൊരമ്മ എനിക്കുണ്ടെന്ന് പണ്ടേ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് ഞാൻ തൂങ്ങിച്ചത്താനായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അയ്യോ ദേ, ഒരേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലിട്ടോ. എൻ്റെ അച്ഛനെ ജയിലിൽ പോയിട്ടുള്ളൂ, ഞാൻ പുറത്തുണ്ട്, എല്ലാം തകർന്നാണ് ഞാൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ സൂക്ഷിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് സരയു അങ്ങ് പോവുക. അവളാകെ വെറു പിടിച്ച് നടക്കുക. മനോഹറിനെതിരെയുള്ള ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞുവെന്ന് തോന്നുന്നു. ഇടയ്ക്ക് വീട്ടിൽ വരികയും മനോഹറിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഞാനതൊന്നും തുറന്നു പറയാൻ പോയില്ല. അനുഭവിക്കട്ടെ ചന്ദ്രേട്ടാ, കുറച്ചൊക്കെ അനുഭവിക്കട്ടെ. ഒരുപാടാണ് ഞാൻ അവളെ സ്നേഹിച്ചത്. അവളുടെ കല്യാണത്തിന് 101 പവനാണ് ഞാൻ ഇട്ടുകൊടുത്തത്. എന്നിട്ട് പോലും ഒരു നന്ദിയും കടപ്പാടും ഒന്നുമില്ല. എല്ലാത്തിനും കുറ്റവും കുറവും കണ്ടുപിടിക്കലും അമ്മയുടെ അച്ഛൻ്റെ ഒപ്പം ചേർന്ന് എൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ സ്വപ്നം കാണുകയും ചെയ്തു. അതാണ് അവൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അവൾ മര്യാദക്ക് നിന്നിരുന്നെങ്കിൽ ഇന്ന് അവളെ ഞാൻ കൂടെ നിർത്തിയായിരുന്നു, എൻ്റെ കൂടെ. പക്ഷേ അവളുടെ അച്ഛനേക്കാളും മോശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കാറി കയറി ഇങ്ങനെ പോവുക. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിൽ നമ്മുടെ പ്രകാശൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ഈശ്വരന്മാരെ,
എൻ്റെ എൻ്റെ മോൾക്കും എൻ്റെ മരുമക്കൾക്കും എൻ്റെ പെൺമക്കൾക്കും ഒന്നും ഒരാപത്ത് സംഭവിക്കാതെ കാത്തോളണേ. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആപത്ത് സംഭവിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് മുൻകൂട്ടി കാണിച്ചു തരണേ. അവരെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് അവരെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിക്കണം. അതാണ് എനിക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രായശ്ചിത്തം എന്നും പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാർത്തികയും കാദംബരിയും വരിക. അവർ രണ്ടുപേരും ചിരിച്ചും കളിച്ചും തമാശയൊക്കെ പറഞ്ഞ് ക്ഷേത്രത്തിലെ പ്രകാശന് ഭയങ്കര സന്തോഷമായി. മക്കളെ എന്നും പറഞ്ഞ് പ്രകാശം വിളിച്ചു. മക്കളോ? ആരുടെ മക്കള് എന്നും കാദംബരിയുടെയും കാർത്തികയുടെയും ചോദ്യം. മക്കളെ, ഞാൻ സത്യമായിട്ടും ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളങ്ങനെ വിളിച്ചത്. ഒരിക്കലും ഒരിക്കലും നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കരുത്. എനിക്കിനി പഴയതുപോലെ ഒന്നും നിങ്ങളെ വെറുക്കാൻ കഴിയില്ല. എനിക്ക് മനസ്സിലായി മക്കളെ, നിങ്ങളാണ് എൻ്റെ എല്ലാം. നിങ്ങൾ മാത്രമാണ് എൻ്റെ എല്ലാം. നിങ്ങളുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ അച്ഛൻ സന്തോഷത്തോടെ ജീവിക്കുന്നത്. എൻ്റെ പെൺമക്കൾ ഒരു ദിവസം എന്നെ അച്ഛാന്ന് വിളിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇന്നും ഈ അച്ഛൻ ജീവിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്നെ മരിച്ച് മണ്ണടിഞ്ഞു പോയായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയോടെ ഉള്ളം കയ്യിൽ കൊണ്ടു നടന്ന ഒരുത്തൻ, അവൻ എൻ്റെ കഴുത്ത് വെട്ടി മോളെ. എനിക്കിനി അവനെ വേണ്ട. അവനെപ്പോലൊരു മകൻ എനിക്കില്ലാന്ന് തന്നെ ഞാൻ കരുതിക്കോളാം. പക്ഷെ എന്തൊക്കെയായാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എല്ലാം കൊണ്ടും നിങ്ങൾ എന്നെ വെറുക്കരുത്. എന്നെ സ്നേഹിക്കണം. അച്ഛൻ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. എനിക്കിപ്പോൾ നിങ്ങളുടെ ഒരു പകയോ പ്രതികാരമോ ഒന്നുമില്ല മക്കളെ. നിങ്ങളൊക്കെ നന്നായി ജീവിക്കണം. നിങ്ങളൊക്കെ സന്തോഷത്തോടെ ജീവിക്കണം. അത് മാത്രമേ ഈ അച്ഛന് ആഗ്രഹമുള്ളൂ. നിങ്ങളെ ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് അവസാനം ഞങ്ങളുടെ കഴുത്തറുത്താലോ? അയ്യോ, ഇവിടെ ഇരിക്കുന്ന ഈശ്വരനാണേ ഞാൻ നിങ്ങളുടെ മുൻപിൽ കൈകൂപ്പി പറയുക. ഞാൻ പറയുന്നത് സത്യം. ഈശ്വരന്മാർക്കറിയാം എൻ്റെ മനസ്സ്, അവർക്കെല്ലാം അറിയാം. മക്കൾ ഈ അച്ഛനെ വിശ്വസിക്കണം. കല്യാണി മോളെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ദ്രോഹിച്ചത് കല്യാണിയാ, ഉപേക്ഷിച്ചത് കാർത്തിക മോളെയാ. കാദംബരി മോളെ, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. ഒരു മോളെയും ഒരു മോനുമായിരുന്നു എൻ്റെ ആഗ്രഹം. അതുപോലെ നീ ജനിച്ചപ്പോൾ എനിക്ക് നിന്നോടുള്ള സ്നേഹം ഉണ്ടായത്. പക്ഷേ ഇവരെ രണ്ടുപേരെയും ഞാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ സങ്കടവും കുറ്റബോധവും ഇപ്പോഴും ഉണ്ട്. ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ തിരുത്താൻ എനിക്കൊരു അവസരം താ മക്കളെ. ഈ അച്ഛൻ അത് നിറവേറ്റും. നിങ്ങളുടെ മുൻപിൽ ഒരിക്കലും ഈ അച്ഛൻ കള്ളം പറയുന്നതല്ല. ദേവിയാണ്, ദേവന്മാരാണ്, ഈശ്വരന്മാരാണ് സത്യം. ഞാൻ പറയുന്നത് സത്യമാണ് മക്കളെ, സത്യ. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളൊക്കെ വരുന്നത് കാണാനാ. മോളും പിന്നെ കാദംബരി മോളും കല്യാണി മോളും ദീപയും ഒക്കെ ഈ ക്ഷേത്രത്തിലേക്ക് വരാറുണ്ട്. അവരെയൊക്കെ കാണാൻ വേണ്ടിയാ ഞാൻ ഇവിടെ തന്നെ നിന്ന് ഭിക്ഷയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കാർത്തിക നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? നിങ്ങളെ പഠിച്ച പണി 18 നോക്കും നിങ്ങളുടെ മോനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് സ്നേഹം കാണിച്ച് ഞങ്ങളോടൊപ്പം വന്നിട്ട് ഞങ്ങളുടെ കഴുത്തിറക്കില്ല എന്ന് ആര് കണ്ടു? നിങ്ങളോടൊപ്പം ഒന്നും ഞാൻ വരുന്നില്ല മോളെ. ഞാനിവിടെ നിന്നോളാം. എനിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല. അവിടെ വന്ന് സന്തോഷമായിട്ട് വലിയ വീട്ടിലിരുന്ന് വെട്ടി പിഴുങ്ങി തിന്നാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടല്ല നിങ്ങളോട് ഈ അച്ഛൻ പറയുന്നത്. ഈ അച്ഛൻ മാറിയെന്ന് നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥതയായതുകൊണ്ടാണ്. ഇവിടെ ഞാൻ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് നീറാറുണ്ട്. എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് കൂടുകൂടാ ഒഴുകാറുണ്ട്. എല്ലാം നിങ്ങളോട് ചെയ്ത തെറ്റിൻ്റെ ഫലമാണെന്ന് എനിക്കറിയാം. ദൈവങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കി തന്നു മക്കളെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ മാറിയെന്ന്. ഇപ്പം വേണ്ട, ഉടനെ വേണ്ട, ഒന്ന് ആലോചിച്ചിട്ട് പതുക്കെ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കാർത്തികയും കാദംബരിയും ക്ഷേത്രത്തിലേക്ക് ഉള്ളിലേക്ക് പോയി. ഈ സമയം കാദംബരിയും കാർത്തികയും തമ്മിൽ സംസാരിക്കുക. അല്ല കാദംബരി, എന്തായാലും അയാൾ പറയുന്നതിലും കാര്യമുണ്ടോ? ഇനി അയാൾ മാറിയോ? ഒരു കാര്യം പറഞ്ഞാൽ കല്യാണിയുടെ അമ്മായിയച്ഛനെ രക്ഷിച്ചത് ചന്ദ്രസേനൻ സാറിനെ രക്ഷിച്ചത് അയാളാണ്. അയാൾ വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ കിരൺ അവിടെ പോകില്ലായിരുന്നു. അങ്ങനെ പോകാതിരുന്നാൽ ചന്ദ്രസേനൻ സാറിൻ്റെ ഭാര്യ രൂപ മേഡവും മരിച്ചു കിടക്കില്ലായിരുന്നോ? അത് കേട്ടതും അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ചേച്ചി? ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇതുപോലെ സങ്കടം കാണിച്ച് നമ്മൾ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുമ്പോൾ പിന്നിൽ നിന്ന് കുത്തില്ല എന്ന് ആര് കണ്ടു? എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഒരേ അടി ഇയാളെ അങ്ങ് വിശ്വസിക്കണ്ട. പോട്ടെ, ഇനിയും കുറച്ചും കൂടെ പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുക. ഈശ്വര, ഇയാളുടെ മാറ്റം സത്യസന്ധവും ആത്മാർത്ഥമാണോ? അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തിത്താ എന്നും പറഞ്ഞാണ് കാർത്തികയും കാദംബരിയും പ്രാർത്ഥിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ജയിലിലാണ്. നമ്മുടെ രാഹുലിനെ ജയിലിലേക്ക് എത്തിച്ചു. വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഒരു നമ്പറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അയാളോട് നിൽക്കുമ്പോഴാണ് ഗംഗാപ്രസാദിനെയും വിക്രത്തെയും കാണുന്നത്. ആഹാ, അതെ രാഹുൽ സാറേ, നിങ്ങളെന്താ ഇവിടെ? ഞാനൊരു വലിയ കാര്യം ചെയ്തിട്ട് വരിക. എന്താ, പുറത്തുള്ളവളുമാരെ തട്ടിയോ?
അതിന് സമ്മതിച്ചില്ല. ആര് സമ്മതിച്ചില്ലെന്ന്? എൻ്റെ വിക്രമ, എൻ്റെ എല്ലാ പ്ലാനുകളും കൃത്യമായിരുന്നു. കുറച്ച് മിസ്റ്റേക്ക് ഞാൻ ചെയ്തു. അതില്ലായിരുന്നെങ്കിൽ ആ ചന്ദ്രസേനനും രൂപയും ഇന്ന് വെള്ള പുതച്ച് കിടക്കുന്ന ന്യൂസ് പേപ്പറിൽ വന്നാനായിരുന്നു. പക്ഷെ എല്ലാം തൊലച്ചു. ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ ഫോൺ കോൾ കൊണ്ട് ആ പ്രകാശൻ എല്ലാം തൊലച്ചു. അച്ഛനോ? അതെ, നിന്റെ അച്ഛൻ തന്നെയാ എല്ലാം നശിപ്പിച്ചത്. ഒരുപാട് സഹായം ചെയ്യാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൂടി അവസാനം ഞാൻ ചെയ്തു കൂട്ടിയ ഓരോ പ്ലാനുകളും എല്ലാം ഒന്നുപോലും തെറ്റാതെ അയാൾ കിരണിനെ അറിയിച്ചു. അവസാനം ചന്ദ്രസേനൻ്റെ വീട്ടിൽ ചന്ദ്രസേനനെ കൊല്ലാൻ ഒളിഞ്ഞിരുന്ന എന്നെ മറഞ്ഞിരുന്ന അവനെ ഞാൻ അറ്റാക്ക് ചെയ്യുമായിരുന്നു. പിന്നീട് തെളിവ് സഹിതം പോലീസിന് പിടിച്ചു കൊടുത്തു. നിന്റെ അച്ഛൻ ഒറ്റ ഒരുത്തം കാരണമാണ് ഇന്ന് നമ്മുടെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞത് എന്നൊക്കെ പറയണം. അത് കേട്ടതും പ്രകാശിനെ കുറിച്ച് ഓർത്ത് വിക്രം ആകെ ദേഷ്യപ്പെടുക. പുറത്തിറങ്ങിയ അയാളെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാം സാറേ. സാറ് പേടിക്കൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങി എല്ലാത്തിനെയും കൊല്ലണം എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുവാണ്. ഇതേ സമയം ആകെ തളർന്ന് നമ്മുടെ സരയു ഇനി മനോഹർ മാത്രമേ ആശ്രയമുള്ളൂ എന്ന് പറഞ്ഞ് മനോഹറിൻ്റെ പിന്നാലെ ഫോളോ ചെയ്ത് കിടക്കാം. പിന്നീട് നോക്കുമ്പോൾ അതാ ഒരു ടെക്സ്റ്റൈൽസിൽ മരിയയുടെ കൂടെ നിന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുക മനോഹർ. മരിയയ്ക്ക് ഡ്രസ്സൊക്കെ വെച്ച് കൊടുത്തു നോക്കുന്നു. ഈ ഡ്രസ്സ് ഇട്ട നീ അടിപൊളിയായിരിക്കും എന്ന് പറയുന്നു. മരിയയെ ചേർത്ത് പിടിക്കുന്നു. ഇതൊക്കെ മറഞ്ഞു നിന്ന് കണ്ട സരയുവിന് ആകെ ചങ്ക് തകർന്നു പോകുന്ന അവസ്ഥ. എല്ലാം കൊണ്ടും സരയു തകർന്നു. അച്ഛനെ നഷ്ടപ്പെട്ടു. അച്ഛൻ ജയിലിലായി. ഭർത്താവിനെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഭർത്താവും ഇല്ല. അയാളും പക്ക ക്രിമിനൽ. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ സരയുവിൻ്റെ ജീവിതം പാതി വഴിയിലാവുകയാണ്. അപ്പോൾ ഇനി എന്ത് നടക്കുമെന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം.